നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് പ്രതിപക്ഷ പാർട്ടികളുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജമ്മു കാശ്മീരിനെ നയിച്ചിരുന്നത് ഇത്തരത്തിലുള്ള പാർട്ടികളായിരുന്നു. കുടുംബത്തിനു വേണ്ടി കുടുംബങ്ങളുടെ ഭരണമാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെന്ന് ജമ്മു കാശ്മീരിലെ ഉദയംപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ജമ്മു കാശ്മീരും വികസിത ഭാരതവുമാണ് മോദിയുടെ ഗ്യാരണ്ടി. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും PDPയും കാശ്മീരിനെ പഴയ നാളുകളിലേക്ക് കൊണ്ടുപോകുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ കർഷകരുടെ ഭൂമി വരണ്ട് നശിക്കുമ്പോൾ നമ്മുടെ രവി നദിയിലെ വെള്ളം പാകിസ്ഥാന് നൽകുകയായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തിരുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയിൽ രവിയിലെ ജലം നമ്മുടെ കർഷക സ്വപ്നങ്ങളിൽ ഹരിതാഭ ചാർത്തി. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിക്കും. തുടർന്ന് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും മോദി പ്രഖ്യാപിച്ചു. പുതിയ ജമ്മു കാശ്മീരിന്റെ മനോഹരമായ ചിത്രം സൃഷ്ടിക്കുന്നതിനായുള്ള തിരക്കിലാണ് ഞാനെന്നും പറഞ്ഞു. സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വന്തം MLA-മാരുമായും മന്ത്രിമാരുമായും പങ്കിടാൻ നിങ്ങൾക്ക് കഴിയും. ഭീകരത, അക്രമം, കല്ലേറ്, അതിർത്തി കടന്നുള്ള വെടിവെപ്പ് എന്നിവയെ ഭയക്കാതെ നമ്മൾ ഇക്കുറി ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 60 വർഷമായി ജമ്മു കാശ്മീരിനെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നും NDA വാക്ക് നൽകി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജമ്മു കാശ്മീർ പൂർണ്ണമായും മാറി. മോദി വാഗ്ദാനം നിറവേറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 370-ാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് മോദി വെല്ലുവിളിച്ചു. 370-ാം വകുപ്പ് റദ്ദാക്കിയതിനെ കാശ്മീർ ജനത സ്വാഗതം ചെയ്യുകയായിരുന്നു. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ കാശ്മീർ ജനത യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. BJP ഉണ്ടാക്കുന്നതിന് മുൻപേ രാമക്ഷേത്ര പ്രശ്നമുണ്ട്. 500 വർഷം പഴക്കമുള്ള പോരാട്ടമാണ് രാമക്ഷേത്രത്തിന്റേതെന്നും മോദി പറഞ്ഞു.